വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? കാരണം കുറേ ആയിട്ട് ചോദിക്കുന്നുണ്ട് വേക്കൻസീസ് അപ്ലോഡ് ചെയ്യോ എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് കുറച്ച് ടൈം കിട്ടിയത്. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ജസ്റ്റ് ഒന്ന് എൻക്വയറീസിലായിരുന്നു ജെനുവിൻ ആയിട്ടുള്ളത്. കാരണം ഒത്തിരി വേക്കൻസീസ് ഫേക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പം എനിക്ക് നിങ്ങളടുത്ത് ഒരു കാര്യം ഷെയർ ആക്കുമ്പോൾ അത് ജെനുവിൻ ആണോ എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം അപ്ലോഡ് ചെയ്യുന്ന നഴ്സറികളിലെല്ലാം ജസ്റ്റ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ജെനുവിൻ ആണെന്ന് കൺഫേം ആക്കിയിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ കുറച്ച് വേക്കൻസീസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളടുത്ത് പറയാനുണ്ട് കേട്ടോ. നിങ്ങൾ ഏതൊരു മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ CV ഡ്രോപ്പ് ചെയ്യുമ്പോഴും ഫസ്റ്റിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ വെറും CV എറിഞ്ഞു കൊടുക്കരുത്. ഓക്കെ, അവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കുറിച്ച് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ CV ഡ്രോപ്പ് ചെയ്യാൻ. അതായത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു മെയിൽ ഐ ഡി തന്നു, അതല്ലെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ തന്നു, അതിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, വെറും നിങ്ങളുടെ CV മാത്രം ഡ്രോപ്പ് ചെയ്യരുത്. ഫസ്റ്റ് നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന്, ഇപ്പൊ അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് സഫൂറ, ഐ എം ഫ്രം, നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ കോഴ്സ് ഫസ്റ്റ് കൊടുക്കുക. ഐ കംപ്ലീറ്റഡ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഏതെല്ലാം കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, ദെൻ നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതായത് ഒരുപാട് വാരി വിളിച്ച് എഴുതണ്ട, ഷോർട്ട് ആക്കിയിട്ട് ഫസ്റ്റ് നിങ്ങളുടെ നെയിം, നിങ്ങളുടെ കൺട്രി, ദെൻ നിങ്ങൾ എന്താ പറയുക കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള നിങ്ങളുടെ കോഴ്സ്, പിന്നെ നിങ്ങളെ എക്സ്പീരിയൻസ്, ഇത്രയും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ നഴ്സറിയിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ CVക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൺസിഡർ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഒരു താങ്ക്സും കൂടി ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മെയിൽ ഡ്രോപ്പ് ചെയ്യുക. അതല്ലാണ്ട് രാവിലെ തന്നെ എണീറ്റിട്ട് എല്ലാ മെയിൽ ഐ ഡിയേക്കും അതല്ലെങ്കിൽ എല്ലാ വാട്സപ്പിലേക്കും ഇങ്ങനെ CV വാരി എറിയരുത്. നിങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം, അതിന് താഴെ വേണം എന്ത് ചെയ്യാൻ, നിങ്ങളുടെ CV ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഈവൻ നിങ്ങൾ മെയിൽ ത്രൂ ആണെന്നുണ്ടെങ്കിലും വാട്സപ്പ് ത്രൂ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ CV അയക്കുന്ന സമയത്ത് എവിടെ ആയിക്കോട്ടെ നിങ്ങളെ കുറിച്ച് ചെറിയൊരു പാരഗ്രാഫ് എഴുതിയിട്ട് വേണം നിങ്ങൾ CV അയക്കാൻ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ CV അയക്കുന്ന സമയത്ത് ചില സ്കൂളുകളിലും ചില നഴ്സറികളിലും ഉണ്ട് ഓട്ടോമാറ്റിക് റിപ്ലൈ വരുന്നത്. അതായത് നിങ്ങളുടെ CV അവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് റിപ്ലൈ വരും. അത് അവർ റിവ്യൂ ചെയ്തിട്ടല്ല ആ ഒരു റിപ്ലൈ വരുന്നത്. ഓക്കെ, അപ്പൊ അത് കണ്ടിട്ട് അവരെന്റെ CV റിവ്യൂ ചെയ്തിട്ടുണ്ട്, എന്തായാലും ഇപ്പോൾ വിളിക്കേക്കാരം അല്ലെങ്കിൽ നാളെ വിളിക്കേക്കാരം, അത് എക്സ്പെക്ട് ചെയ്തിട്ട് ഇരിക്കണ്ട. അതായത് എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ CV അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് ഉണ്ടല്ലോ, ഫസ്റ്റ് ടൈം ഇവിടെ UAE വന്നിട്ട് ഇതുപോലെ സ്കൂളുകളിലേക്കും നഴ്സറികളിലേക്കൊക്കെ അയക്കുമ്പോൾ ഓട്ടോമാറ്റിക് റിപ്ലൈ വരുമല്ലോ, നിങ്ങളുടെ CV നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്തുണ്ടല്ലോ ഞാൻ അപ്പോഴേക്കും നാട്ടിലേക്ക് വിളിക്കും, ഉമ്മാൻ്റെ അടുത്തൊക്കെ പറയും, ഇന്ന് സ്കൂളിൽ നിന്ന് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്, ദുആ ചെയ്യട്ടാ, ഇന്ന് സ്കൂളിൽ നിന്ന് അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്യട്ടാ. പിന്നെ അതിങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും, ഇന്ന് വിളിക്കും, ഇന്ന് വൈകുന്നേരം വിളിക്കും, അതല്ലെങ്കിൽ നാളെ വിളിക്കും. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓട്ടോമാറ്റിക് റിപ്ലൈ വരുന്ന സ്കൂളുകളും നഴ്സറികളും ഉണ്ട്. അത് നിങ്ങൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് ഒരുപാട് എന്താ പറയാ പ്രതീക്ഷ കൊടുക്കണ്ട. നിങ്ങൾക്ക് മാത്രമായിട്ട് അയക്കുന്ന റിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അതല്ല, ഓട്ടോമാറ്റിക് റിപ്ലൈ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് സ്കൂളിന്റെ നെയിമും കാര്യങ്ങളും അതിന്റെ എല്ലാ സംഭവങ്ങളും വെച്ചിട്ടായിരിക്കും അവർ മെയിൽ അയക്കുക. അത് അവർ എന്താ പറയാ അവർ റിവ്യൂ ചെയ്തിട്ടില്ല, അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പം അതെനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ CV ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേക്കൻസിയിലേക്ക് പോവാം. അബുദാബിയിൽ കാലിദിയയിലുള്ള ഒരു കിഡ്സ് സെന്ററിലേക്ക് ഫീമെയിൽ ടീച്ചർ ആവശ്യമുണ്ട്. അവർ കൊടുത്തിട്ടുള്ള ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2.5 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് അബുദാബിയിലുള്ള സിംഗിങ് ബേർഡ്സ് നഴ്സറിയിലേക്ക് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടീച്ചേഴ്സിനും ആവശ്യമുണ്ട്. അവരുടെ മെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യട്ടെ, മാറിപ്പോവരുത്. നെക്സ്റ്റ് വന്നിട്ട് അബുദാബിയിൽ തന്നെയുള്ള ദിയാഫ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് പോസ്റ്റിംഗ് വന്നിട്ടുണ്ട്. പ്രൈമറി ടീച്ചർ, മ്യൂസിക് ആൻഡ് ഡ്രാമ ടീച്ചർ, ഇംഗ്ലീഷ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ. അത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നവർ സെൻ എന്ന് പറയുന്ന കോഴ്സ് എടുത്തവർ മാത്രം അപ്ലൈ ചെയ്യാം. പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് റീഡ് ചെയ്തിട്ട് താഴെ കാണുന്ന മെയിൽ IDയിലേക്ക് നിങ്ങൾ CV ഡ്രോപ്പ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് അബുദാബിയിലുള്ള ഒരു സ്കൂളിലേക്ക് മാത്ത് ടീച്ചർ ആവശ്യമുണ്ട്. ഗ്രേഡ് 10th അവരുടെ റിക്വയർമെന്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ടൈമിങ്ങും കൊടുത്തിട്ടുണ്ട്. അതും താഴെ കാണുന്ന വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരുപാട് വേക്കൻസീസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അതുവരേക്കും ടേക്ക് കെയർ.